കഥകളിലും സിനിമകളിലും പാട്ടുകളിലും ഒരേപോലെ വർണ്ണിക്കപ്പെടുന്നതാണ് ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹൽ. എല്ലാറ്റിനും ഉപരി പ്രണയത്തിന്റെ എക്കാലത്തെയും പ്രതിരൂപം. അതേസമയം ചരിത്രം കൊണ്ടും വാസ്തുവിദ്യാ വൈഭവം കൊണ്ടും ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും ആകർഷകമാണ് താജ്മഹൽ. ഈ നിർമ്മിതിയെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ അറിവും അതിശയിപ്പിക്കുന്നതാണ്. അതിൽ ഒട്ടേറെ രഹസ്യങ്ങളുമുണ്ട്. ഇപ്പോൾ താജ്മഹലിനെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ ഏറെ ജിജ്ഞാസ ഉണർത്തുന്നതാണ്. അത് ആ 22 മുറികളെ കുറിച്ചാണ്. താജ്മഹലിന് താഴെ പൂട്ടിയിട്ടിരിക്കുന്ന ആ 22 മുറികൾ, ഇവ നിർമ്മിക്കപ്പെട്ടതിന്റെ കാരണവും ഉള്ളിൽ എന്താണ് ഉള്ളതെന്നുമെല്ലാം ഒട്ടേറെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. താജ്മഹലിന്റെ വെളുത്ത മാർബിൾ ഘടനയ്ക്ക് ചുറ്റുമായി നിലകൊള്ളുന്ന ചുമന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച ചമേലി ഫ്ലോറിന് താഴെയാണ് രഹസ്യമുറികൾ. ഈ ഭൂഗർഭ മുറികൾ പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാനാവാത്ത വിധം അടച്ചുപൂട്ടപ്പെട്ട നിലയിലാണ്. താജ്മഹലിന്റെ ഭംഗി ആസ്വദിച്ച് അവയ്ക്ക് മുകളിലൂടെ നടന്നു നീങ്ങുന്ന സഞ്ചാരികൾ രഹസ്യത്തെക്കുറിച്ച് അറിയാറുമില്ല. താജ്മഹലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയ എഞ്ചിനീയർമാരും ചരിത്രകാരന്മാരും ഈ നിലവറകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകളായി ഇവ അടച്ചുപൂട്ടി സൂക്ഷിക്കപ്പെടുന്നതിനാൽ ഈ മുറികളെ ചുറ്റിപ്പറ്റി ഒട്ടേറെ കഥകളും പ്രചരിക്കുന്നുണ്ട്. വരി വരിയായി വ്യത്യസ്ത വലുപ്പത്തിലാണ് ഈ മുറികൾ. ഇവയ്ക്കുള്ളിൽ പുറം ലോകം അറിയരുതാത്ത നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം എന്നാണ് പലരുടെയും വിശ്വാസം. രാജഭരണകാലത്തെ കനത്ത നിധിശേഖരം മുറികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. അതല്ല, ചരിത്രപരമായി പല രഹസ്യങ്ങളുടെയും അവശേഷിപ്പുകളാണ് ഇവയ്ക്കുള്ളിലെന്ന് കരുതുന്നവരും കുറവല്ല. ഷാജഹാന്റെയും മുംതാസിന്റെയും യഥാർത്ഥ ശവകുടീരങ്ങൾ ഈ നിലവറയ്ക്കുള്ളിലാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ മുൻവിധികളെയെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ASI പറയുന്നതനുസരിച്ച് മുകളിലത്തെ മാർബിൾ ഫ്ലോറിന്റെയും ആകെ ഘടനയുടെയും ഭാരം വഹിക്കാനാണ് ഈ ചേംബറുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ ഘടനയിൽ ഉടനീളം വായു സഞ്ചാരം ഉറപ്പാക്കാനും ഈർപ്പനില ക്രമപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവയുടെ നിർമ്മാണം. ഇഷ്ടികയും പ്ലാസ്റ്ററും ഉപയോഗിച്ചിരിക്കുന്ന ഈ അറകൾ ആരാധനകൾക്കോ താമസത്തിനോ വേണ്ടി നിർമ്മിച്ചതല്ല എന്നും ASI പറയുന്നു. ഘടനയുടെ സംരക്ഷണം നിലനിർത്താനുള്ള നടപടികളുടെ ഭാഗമായി ഇവയിൽ 2 മുറികൾ തുറന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. ചുണ്ണാമ്പ് കൊണ്ട് പ്ലാസ്റ്ററിംഗ് ചെയ്ത പഴയ ഇഷ്ടികകളിൽ നിർമ്മിച്ച സാധാരണ മുറികൾ എന്നതിനപ്പുറം ഇവയ്ക്കുള്ളിൽ ഒന്നുമില്ല എന്നാണ് വിശദീകരണം. അറകളെല്ലാം ശൂന്യമാണ്. അലങ്കാരങ്ങൾ ഒന്നും അവിടെയില്ല. പുരാതന കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും ബേസ്മെന്റിലുള്ള സ്റ്റോറേജുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ നിലവറകളുള്ളത്. താജ്മഹലിന്റെ ഘടന നിലനിർത്തുന്നതിൽ ഈ അറകൾക്ക് പ്രധാന പങ്കാണുള്ളത്. ഇവിടേക്ക് സഞ്ചാരികളെ അനുവദിക്കുന്നത് നിർമ്മിതിയുടെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കും എന്നതിനാലാണ് ഇവ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വിധത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഈർപ്പത്തിന്റെ നിലയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റം പോലും നിർമ്മിതിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. മലിനീകരണത്തിന്റെ തോതും കാലാവസ്ഥയിലെ വ്യതിയാനവും ഇതിനോടകം താജ്മഹലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി നിൽക്കുമ്പോൾ അതിന്റെ ഘടനയെ സംരക്ഷിച്ചു നിലനിർത്തുന്നത് സുപ്രധാനമായതിനാൽ ഈ അറകൾ ഇതേ നിലയിൽ തുടരണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പൊതുജനങ്ങൾക്ക് കാണാനാവില്ലെങ്കിലും നവീകരണങ്ങൾ ആവശ്യമായി വരുന്ന സമയങ്ങളിലൊക്കെയും നിലവറകൾ ഉൾപ്പെടുന്ന ഭാഗം തുറക്കപ്പെടാറുണ്ട്. എന്തായാലും പെട്ടെന്നുണ്ടായ വാർത്താ പ്രാധാന്യം താജ്മഹലിലേക്കുള്ള സന്ദർശക പ്രവാഹത്തിൽ വർധനവുണ്ടാക്കും എന്നതിൽ സംശയമില്ല. എങ്കിലും മുംതാസിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ പ്രതിരൂപങ്ങൾ ആ അറകളിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം എന്നാകും കിട്ടുക? രഹസ്യങ്ങളിലേക്കുള്ള ആകാംക്ഷ പുതിയ തലത്തിലാണ്. ഒരുപക്ഷെ അടഞ്ഞതാകാം ആ മുറികൾ. എങ്കിലും നിത്യപ്രണയത്തെ ആ മുറികൾ പോലും ആസ്വദിക്കുന്നുണ്ടാകും.